രാജീവ് ചന്ദ്രശേഖരന്റെ മലയാളം ചർച്ചയാക്കി സതീശൻ. മറുപടി നൽകി ചന്ദ്രശേഖർ. തിരിച്ചടിച്ച് സതീശൻ. വിഷയങ്ങൾ ഒന്നും കാര്യമായി ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയാമോ ഇല്ലയോ എന്നാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സംശയം. അദ്ദേഹം അത് കാര്യമായി ചോദിക്കുകയും ചെയ്തു. അതിന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി ലൂസിഫർ സിനിമയിലെ ഡയലോഗ് കടമെടുത്തുകൊണ്ടാണ്. ചന്ദ്രശേഖറിന്റെ മറുപടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സതീശനും ഒട്ടും കുറവ് വരുത്തിയില്ല. ഈ രാഷ്ട്രീയ ചർച്ചയാണ് ഇന്ന് 140 ന്യൂസ് പൊളിറ്റിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം പറയാൻ അറിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനത്തിന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറുപടിയായി പറഞ്ഞത് ലൂസിഫർ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഡയലോഗാണ്. തനിക്ക് മലയാളം പറയാനും മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുണ്ടുടുക്കാനും മടക്കി കുത്താനും അറിയാമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഞാൻ തൃശൂരിൽ വളർന്നു പഠിച്ച ആളാണ്. രാജ്യം മൊത്തം സേവനം ചെയ്ത വ്യോമസേന ഉദ്യോഗസ്ഥന്റെ മകനാണ്. മുണ്ടുടുക്കാനും മുണ്ടു കുത്തിവെക്കാനും അറിയാം. മലയാളം സംസാരിക്കാനും അറിയാം. മലയാളത്തിൽ തെറി പറയാനും അറിയാം. ജനങ്ങൾക്ക് വികസന സന്ദേശം നൽകാൻ അറിയാമെന്നും അതൊന്നും തന്നെ പഠിപ്പിക്കേണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പഠിക്കാൻ ഞാൻ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമല്ല വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനുവേണ്ടി അധികാരം പിടിക്കാനാണെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോവില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ ലൂസിഫർ ഡയലോഗിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ മുണ്ടുടുത്താലും മുണ്ടഴിച്ചിട്ടാലും മുണ്ടഴിച്ച് തലയിൽ കെട്ടിയാലും തങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. അദ്ദേഹത്തിന് ഡയലോഗ് എഴുതി കൊടുത്ത PR ഏജൻസി പൊട്ടിക്കരഞ്ഞു കാണുമെന്ന് പറയാനും പ്രതിപക്ഷ നേതാവ് മറന്നില്ല. സതീശനും ലൂസിഫർ പലതവണ കണ്ടിട്ടുണ്ടെന്ന് വ്യക്തം. പഴയ ഒരുപാട് BJP-ക്കാർ ചന്ദ്രശേഖരനെ തെറി പറയുന്നുണ്ട്. ചന്ദ്രശേഖർ വേണമെങ്കിൽ അവരെ തെറി പറഞ്ഞോട്ടെ, ഞങ്ങൾക്കതിൽ വിരോധമില്ല. എന്നാൽ വെറുതെ ഞങ്ങളെ വിരട്ടാൻ വരണ്ടെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹിക രാഷ്ട്രീയ ഘടനയെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. 2006-ലും 2012-ലും പിൻവാതിൽ വഴിയാണ് ചന്ദ്രശേഖർ രാജ്യസഭയിലെത്തിയത്. 5 വർഷം മന്ത്രിയായിരുന്നപ്പോൾ എന്താണ് അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്തതെന്നും സതീശൻ ചോദിച്ചു. 2018-ൽ മാത്രം BJP-യിൽ ചേർന്നയാളാണ് ചന്ദ്രശേഖറെന്നും കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സതീശൻ അവസാനിപ്പിച്ചത്. എന്തായാലും ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ചന്ദ്രശേഖരന്റെ മലയാള പാണ്ഡിത്യം. അതാണ് ഇന്ന് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പൊളിറ്റിക്സ് അവസാനിപ്പിക്കുകയാണ്.